നമ്മുടെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് വലിയൊരു ആക്ഷേപമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നമ്മുടെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിന്റെ ഭാഗമായി പോലീസ് ഓഫീസർമാർക്കെല്ലാം ധാരാളമായി ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ്. നമ്മുടെ IG വിജയൻ സാറും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫാസിൽ ഉണ്ടായിരുന്നു, പിന്നെ ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ടുള്ളൊരു ഫാസിലുണ്ട്. അപ്പോൾ ഫാസിൽ അതിൻ്റെ റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു. അതിൻ്റെ ഈ ഐഡിയ ഒക്കെ ഉണ്ടാക്കുന്നതിൽ മുന്നിൽ നിന്നിട്ടുള്ള ആളാണ്. ഈ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് കരിപിടിപ്പിക്കുന്നതിൽ ഫാസിലിന് വലിയ പങ്കുണ്ട്. ഫാസിലൊക്കെ കൂടെയാണ് ആ പ്രോജക്റ്റ് വിഷ്വലൈസ് ചെയ്യുന്നത്. പിന്നെ IG വിജയൻ സാറും അവരൊരു ടീമാണ്. അപ്പോൾ അതിനകത്ത് ഈ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിന് ക്ലാസ് എടുക്കാൻ ഞാൻ ധാരാളം പോലീസുകാർക്ക് ക്ലാസ് എടുക്കുക. അന്നൊരു ബാബു സാർ ഉണ്ടായിരുന്നു പോലീസിൽ, ഈ ക്ലാസ്സൊക്കെ കോർഡിനേറ്റ് ചെയ്ത്. അപ്പോൾ ധാരാളം ക്ലാസ്സുകൾ എടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി പോലീസുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ പക്ഷേ ക്ലാസ് എടുക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ വളരെ 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 സൗഹൃദപരമായിട്ടാണ് പോലീസ് ഇടപെടുന്നത്. പക്ഷേ ഈ പോലീസിൽ ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും, വളരെ ചെറിയ ന്യൂനപക്ഷമാണ്, ഇപ്പോൾ ഒരു CAയുടെ പേര് പറയുന്നുണ്ടല്ലോ, വേറെ ന്യൂനപക്ഷമെങ്കിലും ഇടിവണ്ടിയുടെ ആ പഴയ കഥ മറന്നിട്ടില്ല. പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ വലതുകാലിലൊക്കെ വെച്ച് കയറി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ താമസിക്കാൻ പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ താമസമാണെന്ന് ചോദിക്കും. ഇടതുകാലാണ് ഇനി ഇറങ്ങിയിട്ട് ഇടതുകാലം വെച്ച് വന്നാൽ മൂദേവിയെ കൊണ്ടുവരാനാണ് ഇറങ്ങിപ്പോടാന്ന് പറയും. രണ്ട് കാലം വെച്ച് ചാടിയ തവളച്ചാട്ടം കളിക്കുകയാണ് സ്റ്റേഷനിൽ ചോദിക്കും. അപ്പോൾ ഒരു തരത്തിൽ സ്റ്റേഷനിൽ കയറാൻ പറ്റൂല എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നു. ജനമൈത്രി പോലീസ് വന്നു. ജനമൈത്രി പോലീസ് റെസിഡൻസ് അസോസിയേഷനിൽ ചേർന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോലീസ് സേനയൊക്കെ ഒരുപാട് നവീകരിക്കപ്പെട്ടു. അതുപോലെ FIR കൊടുക്കണം, പിന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കാര്യം പറയണം, ഒരുപാട് നടപടികൾ വന്നു. മനുഷ്യനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരുപാട് നടപടികൾ വന്നു. പക്ഷെ അതെല്ലാം വന്നപ്പോഴും കുന്നംകുളത്തൊരു ഒരു ഒരു കോൺഗ്രസ്സുകാരനെ, ഒരാളിനെ, അവിടെ പോറ്റിയും കൂടെ ആയിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരാളിനെ അയാൾ ഏതോ ഉത്സവത്തിൽ നിന്ന തല്ലിന് ചോദ്യം ചെയ്തു എന്നുള്ള ഒറ്റ കാര്യം പറഞ്ഞിട്ട് അയാളെ കൊണ്ടിട്ട് അടിച്ച് നാശക്കോട്ടയാക്കി CCTV കണ്ടു. അതായത് ഹൈക്കോടതി വരെ പോയി CCTV കിട്ടി. വലിയ ജോലിയായി അവസാനം ചാനലിലൊക്കെ വന്നിട്ട് ആ പോലീസുകാരന്മാരെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരനെ ഇതുപോലെ സസ്പെൻഡ് ചെയ്തു. ആ ഒരാള് അവിടെ ഒരു സംഘർഷം എന്തോ നടന്നപ്പോൾ, അവിടെ തെരുവിൽ വെച്ച് എന്തോ സംഘർഷം നടന്നപ്പോൾ, അവിടെ ഈ കോളനി പോലുള്ള, കോളനി എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ കരിജൻ കോളനി അല്ല, ഈ നമ്മൾ ജവഹർ നഗർ, തിരുവനന്തപുരം ജവഹർ നഗറൊക്കെ പോലെയുള്ള ഒരു കോളനി. കാരണം ഞാൻ പറഞ്ഞ കാര്യം എന്നാൽ കുറച്ച് അപ്പോൾ ലൈറ്റും മറ്റ് സംവിധാനമൊക്കെ ആണ്. പട്ടികജാതി പട്ടികവർഗ കോളനി നോക്കുമ്പോൾ വളരെ അകത്തൊക്കെയാണ്, ചിലപ്പോൾ ലൈറ്റ് സംവിധാനം ഒന്നും കാണണമെന്നില്ല. ആ അർത്ഥത്തിൽ പറഞ്ഞതാണ്, സൗകര്യങ്ങൾ കുറവായിരിക്കും. ഇത് സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു കോളനിയാണ്, എറണാകുളത്ത് പറ്റുവാണ്. അവിടെ ഒരു കോളനിയിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരെ പിടിക്കാൻ പോലീസ് വന്നു. അപ്പോൾ പിടിച്ചപ്പോൾ ഒരാൾ ഈ ഇടി കിട്ടിയ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും, സ്ത്രീയുടെയും ഭർത്താവും കൂടി, ആ ഭർത്താവ് എന്തോ മൊബൈലിലെന്തോ അയാൾ ചെയ്തു. അപ്പോൾ അയാളെ കൂടെ കയറ്റിക്കൊണ്ട് പോകണം. എന്തിനാണ്? അയാളെ വിളിച്ചിട്ട് ആ മൊബൈലിൽ നിന്ന് അതങ്ങ് ഡിലീറ്റ് ചെയ്താൽ പോരെ? ഇതെടുക്കരുത് സഹോദര, ഇത് അല്ലെങ്കിൽ സുഹൃത്തെ ഇത് എടുക്കാനുള്ളത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത് എടുത്തത് എന്ന് ചോദിച്ച് ഡിലീറ്റ് ചെയ്ത് തീരാവുന്ന വിഷയമുള്ളൂ. അയാളെ കൊണ്ടുപോകുന്നു. ഉടനെ തന്നെ പിറക്കെ ഭാര്യയും കുഞ്ഞും പോകുന്നു. അവർ തമ്മിൽ കുറച്ച് തർക്കം നടക്കുന്നു. തർക്കം നടന്ന ആ സ്ത്രീയുടെ നെഞ്ചിലിടിക്കുന്നു. അല്ലെ കേസെടുത്താൽ പോരെ പോലീസിന്? ഇനി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അവരെ പേരുള്ള കേസ് അതാണ്. അവർ കുഞ്ഞിനെ അറിഞ്ഞു. ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസ് ഓഫീസർ വന്ന് ബൈറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ ചാനലിലും. സ്റ്റേഷൻ ആക്രമിച്ചു. ഒരു സ്ത്രീ വിചാരിച്ച സ്റ്റേഷൻ ആക്രമിക്കാൻ പറ്റൂ? ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഇതൊക്കെ നമുക്ക് എത്ര കണ്ട് വിശ്വാസയോഗ്യമായ കാര്യങ്ങളല്ല. അഥവാ എന്തെങ്കിലും ചെയ്താൽ അവരെ പേരിൽ കേസെടുക്കുകയല്ലേ ചെയ്യേണ്ടത്? അവരെ പിടിച്ച് ജയിലിലിടുകയല്ലേ ചെയ്യേണ്ടത്? അവരെ കവാലത്തിലടിക്കുന്നു. സ്വന്തം ഭർത്താവ് നിൽക്കുമ്പോഴല്ലേ ഭാര്യയുടെ കവാലത്തിലടിക്കുന്നു. വേറെ പുറത്തു വെച്ചേക്കാണെങ്കിൽ വല്ല സംഭവിച്ചാലോ? അത് കഴിഞ്ഞിട്ട് അവരെ പിടിച്ച് നെഞ്ചി പിടിച്ച് തള്ളുന്നു. എന്തൊരു ട്രോമയായിരിക്കും ആ സ്ത്രീയൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. വളരെ കഷ്ടമല്ലേ, സങ്കടമല്ലേ? എന്താണ് പോലീസ് ഇങ്ങനെ ചെയ്യുന്നത്? പിന്നെ അവസാനം അത് വിവരാവകാശം വഴി ചോദിക്കുമ്പോൾ കൊടുക്കത്തില്ല. പിന്നെ അവസാനം കോടതിയിൽ പോയി ബൈറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ CCTV ക്യാമറ എടുക്കുന്നു. വളരെ മോശമല്ലേ? നമ്മൾ പണ്ട് കാലത്ത് മുതലേ കേൾക്കുന്ന ഒരു പരാതിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുമ്പോൾ, പണ്ട് CPM വരുമ്പോൾ പാർട്ടി സഹാക്കളും CIT-കാരും ഒക്കെയാണ് സ്റ്റേഷനിൽ പോയി ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അതെല്ലാം പോയി, അതെല്ലാം മാറി. ഇപ്പൊ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് പോലീസ് സേനയിൽ. പക്ഷെ അങ്ങനെ വലിയ മാറ്റം ഉണ്ടാകുമ്പോഴും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ, നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത സംഭവങ്ങളെ പോലെ വരുന്നത് വളരെ സങ്കടകരമാണ്. ഒരു ശ്രീജിത്ത്, തിരുവനന്തപുരത്തുള്ള ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 6-7 വർഷം സെക്രട്ടേറിയറ്റ് നടയിൽ പിന്നെ സമരമിരുന്നു. അയാളുടെ അനുജനെ കൊന്ന ആളിനെ കണ്ടുപിടിക്കണം, പോലീസ് ലോക്കപ്പിലിട്ട് കൊന്നതിനെ കണ്ടുപിടിക്കണമെന്ന്. അനുജൻ എന്തോ എന്തോ മയക്കുമരുന്നിന്റെ എന്തോ കേസിനാണ് പിടിച്ചെന്ന് തോന്നുന്നത്. അത് എന്തോ ഒരു കേസിനാണ്. അത് ഒരു തെളിവില്ലാത്തൊരു കേസാണ്. ആ അനിയനെ പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ ഇടിച്ച് ലോക്കപ്പിലിട്ട് കൊന്നതിനെതിരെ ചേട്ടൻ 7-8 വർഷം സെക്രട്ടേറിയറ്റ് നടയിൽ സമരം കിടന്നു. അവസാനം ഒരു ദിവസം പിണറായി വിജയന് പിന്നെ എന്നൊക്കെ പേരൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷേ പുള്ളിയെ കാണാനില്ല. പുള്ളിയെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പിന്നെ പുള്ളിയെ കാണാനില്ല. വിട്ടു എന്നാണ് അറിയുന്നത് ജാമ്യത്തിൽ. പക്ഷേ പുള്ളി ഇങ്ങനെ ഒരു മാനസിക രോഗിയെ പോലെ പലയിടത്തും അലഞ്ഞു നടക്കുന്നു പറഞ്ഞു. ഇങ്ങനെ പോലീസിന്റെ അതിക്രമങ്ങൾ, അതുപോലെ നമ്മുടെ ഇതുകൊണ്ടല്ലോ ഈസ്റ്റ് ഫോർട്ടിൽ നടന്ന പിന്നെ ഉരുട്ടിക്കൊല, പിന്നെ രാജന്റെ കേസ്. അതുകൊണ്ട് പോലീസിനൊരു അപശകുനം പോലെ ഒരു യാതൊരു സെൻസുമില്ലാത്ത കുറച്ച് പേരെങ്കിലും പോലീസ് സേനയിലുണ്ട്. നിങ്ങളെ സ്റ്റേഷൻ ആക്രമിക്കുക, ബഹളം ഉണ്ടാക്കുക, നിങ്ങൾ ഫിസിക്കലി കൈകാര്യം ചെയ്യരുത്. കേസെടുത്തോളൂ. കേസെടുത്തിട്ട് കോടതി കൊണ്ടുപോട്ടെ, കോടതി തീരുമാനിക്കട്ടെ.
എന്ത് ശിക്ഷയും കൊടുക്കാൻ ഇവിടെ കോടതിയുണ്ടല്ലോ. നിങ്ങൾക്ക് ശിക്ഷാ പരിപാടി ഇല്ലല്ലോ. പോലീസിന് ശിക്ഷാ പരിപാടി ഉണ്ടോ? തെളിവെടുപ്പിന്റെ ഭാഗമായി ചിലപ്പോൾ ചിലരെയൊക്കെ തല്ലുന്നത് നമുക്ക് മനസ്സിലാകും. ചിലപ്പോൾ തല്ലാറുണ്ട്, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ കാണിക്കാറുമ്പോൾ അവരെ ഉപദ്രവിക്കാറുണ്ട്. പക്ഷെ ഇത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാളെ പിടിച്ചോണ്ടിരുന്നു, അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെന്ന് മനസ്സിലാക്കാൻ ഭാര്യ വരുന്നു, ആ ഭാര്യയെ തല്ലുന്നു, കുഞ്ഞിനെ തല്ലുന്നു. ആ കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ, ഇനിയിപ്പോൾ ഈ തല്ലെല്ലാം കണ്ടതാണല്ലോ കുഞ്ഞ്, ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ക്രമസമാധാനത്തെക്കുറിച്ചും പോലീസ് സംവിധാനത്തെക്കുറിച്ചും ആ കുട്ടിയുടെ മനസ്സിൽ എന്ത് സന്ദേശമാണ് ഉണ്ടാവുക? എന്തുകൊണ്ടാണ് നമ്മളെ പോലീസ് സേനയിലെ കുറച്ചു പേരെങ്കിലും ഇത് ഗൗരവമായി ചിന്തിച്ച് അതിനാവശ്യമുള്ള കറക്ഷൻസ് വരുത്താത്തത്?